അച്ചമ്മയ്ക്ക് മതി മോളെ. കൂട്ടിക്ക് അച്ചമ്മേ. മക്കളെ ഡ്രസ്സ് മാറ്റിക്കോളി, നമുക്ക് ബീച്ചിൽ പോവാ. അച്ചു, നീ ഡ്രസ്സ് എടുത്തേക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ആ അമ്മേ, ഓ അച്ചമ്മക്ക് പുതിയ സാരി കൊടുക്കണേ. അച്ചമ്മയ്ക്ക് വയ്യല്ലോ മോളെ, അച്ചമ്മയെ നമ്മള് കൊണ്ടുപോണില്ല. മോളെ അച്ചമ്മയ്ക്ക് ബീച്ച് കാണാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ. എന്ത് ചെയ്യും, കാല് വയ്യല്ലോ. മക്കള് പോയിട്ട് വാ. അച്ചു, ഓ രാജേട്ടനൊന്ന് വിളിച്ചു നോക്ക്, ആ ഓട്ടോ ആയിട്ട് വരുമോന്ന്. ഞാനാദ്യം ആ ലച്ചു, ലച്ചു രണ്ടുപേരും അങ്ങോട്ട് ചെല്ല്. ആ ശരി രാജേട്ടാ. രാജേട്ടൻ എന്താ പറഞ്ഞു? രാജേട്ടന് പറ്റില്ലാന്ന് പറഞ്ഞ് വേറെ ആളെ വിടാന്ന് പറഞ്ഞു. എന്നാ ശരി, കുട്ടികളെ റെഡിയാക്ക്. അച്ചമ്മേ, ഞങ്ങള് പോട്ടെ. മക്കള് പോവാണോ? അച്ചമ്മേനെ ഒന്ന് കോലായിലാക്കി തരുവോ? ആയിക്കോടച്ചമ്മേ. അച്ചമ്മേ, അച്ചമ്മക്ക് ഞങ്ങള് പോയി വരുമ്പോ അച്ചമ്മക്ക് എന്താ വാങ്ങേണ്ടി? മക്കളൊന്നും കൊണ്ടുവരണ്ട, സന്തോഷത്തോടെ പോയി വാ. അച്ചമ്മേ, ഞാൻ ബീച്ചിൽ പോയിട്ട് വരുമ്പല്ലേ അച്ചമ്മക്ക് കഥയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓ നല്ലോണം പോയി വാ. പ്രശോട്ടാ ഇറങ്ങണില്ല? ലച്ചു, സായി വരുന്നില്ലേ? അമ്മയെ ഞങ്ങള് പോയാ. മക്കള് പോയിട്ട് വാ. ലച്ചു, സായി വേഗം വാ. എനിക്ക് ആ ഞാനല്ല കുട്ടികളൊക്കെ ആയിട്ട്. കൈ പിടിക്ക, വേഗം പോവാ. അതോക്കി അതോക്കി വാങ്ങ വാങ്ങ. ഇത് മതി, ഇത് മതി. ആ വാങ്ങ വാങ്ങ. രണ്ടാക്കൂടെ ഒരെണ്ണം മതി. ഒന്ന് മതി, ഒന്ന് മതി. ഒന്ന് മതി, ഒന്ന് മതി, ഒന്ന് മതി, ഒന്ന് മതി. രണ്ടുപേർക്കും ഒന്ന് മതി. എത്ര? അതാ പൊട്ടി. നടുക്കി നടുക്കി നടുക്കി, മൂന്നാളെ നടുക്കി വേഗം. കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ച് മാത്രമല്ല മോളെ, കോഴിക്കോട് സിറ്റി മൊത്തം സൗന്ദര്യവൽക്കരിച്ചും കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ പോകുന്നത്. അതുപോലെ ആരോഗ്യ മേഖലയിലും വലിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കോർപ്പറേഷന് സാധിച്ചു. അതിൽ വെൽനസ് സെൻ്ററുകളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും ഹെൽത്ത് സെൻ്ററിലെ OP പ്രവർത്തനങ്ങളും എടുത്തു പറയേണ്ടത് തന്നെ. അതുപോലെ തന്നെ കോഴിക്കോട് സിറ്റിയുടെ ശുചിത്വ പ്രവർത്തനത്തിനും വലിയ മാതൃക തീർത്തുകൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് പോകുന്നത് മോളെ. ബീച്ചിൽ പോവാ, വാ ബീച്ചിൽ ഇറങ്ങാ, വാ 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 സമയം വാ ബീച്ചിൽ പോവാ. നമുക്ക് സന്തോഷായില്ലേ? സന്തോഷായി മോനെ. നല്ലതിൽ കാണാൻ കഴിഞ്ഞല്ലോ. കുഞ്ഞും മക്കളും ഇതേതുപോലെ അല്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരും. ഇനി എന്താണ്, ഇനി വെള്ളത്തിൽ കളിക്കണോ? തോന്നുന്നുണ്ട് മോനെ വെള്ളത്തിൽ കളിക്കാൻ. വേണ്ട, കാലോണ്ട് എണീറ്റ് നടക്കാനും വയ്യ. ഇവന്റെ ഒരു കാര്യം. മതിയോ? ഓ മതി മോനെ, മതി മതി. സന്തോഷായില്ലേ? സന്തോഷായി ഉമ്മക്ക്. ഉമ്മക്കിനി എന്താ വേണ്ടേ? ഇതല്ലേ വേണ്ടേ? എന്നാ പോവാ അമ്മ. ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാ. നിങ്ങളെവിടെ? ഞാൻ എൽത്തൂരാണ്. എൽത്തൂർ എവിടെ? എൽത്തൂര് റെയിൽവേന്റെ ഭാഗത്താണ്. റെയിൽവേന്റെ അവിടെ എൻ്റെ മാമന്റെ വീട് അവിടാണ്. അതെ.
അച്ചു മക്കളെയും കൂട്ടി വാ. നിങ്ങൾ നടന്നു ഇവിടെ ഇരുന്നാലൊക്കെ. മോൻ ഇങ്ങോട്ട് നിന്നോ. വാ മോളെ. നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളി. ഇത് അങ്ങോട്ടേക്ക്. പ്രസവേ, എൻ്റെ ഉമ്മ എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും തീർത്തു തന്നിട്ടുണ്ട്. പുഴയായാലും കടലായാലും ഇനി മറ്റുള്ള സംഗതികളായാലും എല്ലാം എനിക്ക് കിട്ടാത്ത ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ തിരക്ക് കാരണം കൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മനെ നോക്കാൻ കഴിയാത്തൊരു സമയം വന്നില്ല. എൻ്റെ മകളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. എൻ്റെ മകൾ എന്നോട് പറഞ്ഞത്, ഉപ്പുമ്മനെ നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കാതെ ആകുമ്പോൾ നാളെ ഇങ്ങൾക്കും ഇതുപോലെ പ്രായത്തുന്ന സമയത്ത് ഞങ്ങളും നിങ്ങളെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങൾക്ക് സങ്കടം വരൂലേ. എൻ്റെ മകൾ ആ വാക്കാണ് എൻ്റെ കണ്ണ് തുറന്നത്. അന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ച്, എനിക്ക് എന്തായാലും വന്ന് എൻ്റെ ഫാമിലിയെ കൂടെ വന്ന് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, എൻ്റെ സന്തോഷകരമായ എൻ്റെ ഉമ്മൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു കൊടുക്കണം. അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ. എൻ്റെ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട്. അതുപോലെ നിനക്കും കഴിയും. അത് നീ വിചാരിക്കണം. എന്നാൽ നിനക്കും പറ്റും. നിസ്സാമൊക്കെ പറഞ്ഞത് ശരിയാണ്. ഞാനും എൻ്റെ വൈഫും കുട്ടികളും പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. പക്ഷേ അമ്മനെ കൊണ്ടുവരാനുള്ള ഒരു നിവൃത്തി എനിക്കില്ല. ഒരുപാട് തിരക്കെന്ന നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യും? എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. എൻ്റെ അമ്മക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ ഇന്നിപ്പോൾ നിസാംക്കനെയും ഉമ്മനെയും കണ്ടപ്പോൾ വല്ലാണ്ട് വേദനിച്ചു. ഞാൻ എൻ്റെ അമ്മനെ ഒരുപാട് മിസ് ചെയ്യുന്നു നിസാംക്ക. പ്രശോഭേ, നീ വിഷമിക്കണ്ട. കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ വരുന്ന ജനുവരി 15-ാം തീയതി കിടപ്പിലായവർക്കും പാലിയേറ്റീവ് പരിചരണ രോഗികൾക്കും വേണ്ടി ഒരു പരിപാടി വെച്ചിട്ടുണ്ട്, ബീച്ചിൽ വെച്ചിട്ട്. അന്ന് ഞാൻ എൻ്റെ ഉമ്മനെ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കൊണ്ടുവരും. നീ നിൻ്റെ അമ്മയെ അതുപോലെ അവിടെ എത്തിക്കണം. നിൻ്റെ എല്ലാ സങ്കടങ്ങളും അതോടുകൂടി തീരും. ഞാൻ വരും, ഞാൻ കൊണ്ടുവരും. എൻ്റെ അമ്മനെ ഞാൻ കൊണ്ടുവരും നിസാംക്ക. പ്രശോഭേ, എന്നാ വാ. അവർ വണ്ടിയിൽ നമ്മളെ കാത്തിക്കുന്നുണ്ട്. നമുക്ക് പോവാം. കേരള സംസ്ഥാന സർക്കാർ പെയിൻ ആൻഡ് പാലിയേറ്റീവിലുള്ള കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ, അതിദരിദ്രർ, ഭിന്നശേഷിക്കാർ എന്ന ഈ 4 വിഭാഗത്തിലുള്ളവരെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക ഗ്രിഡിൽ അവരെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അതത് സമയത്ത് അഭിസംബോധന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ്. ഒരു പൈലറ്റ് സ്റ്റഡി എന്ന രീതിയിൽ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനെയാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ഒരു ലോഞ്ച് ആണ് ഈ വരുന്ന ജനുവരി 15-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.